പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 14 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ, അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, കഴിഞ്ഞൊരു പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവെ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ അതിശയമായി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. 100-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അബ്ബായി, രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അബ്ബാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ, അങ്ങയുടെ സാന്നിധ്യമുണ്ടാകട്ടെ, അങ്ങയുടെ നിറവുണ്ടാകട്ടെ. കർത്താവെ, രോഗികളായി ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യവും ദൈവിക സൗഖ്യവും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കകത്തുണ്ടായിരിക്കുന്ന ഈ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയുടെ പിറകിലുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് അത്ഭുതകരമായി തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ജോലിയില്ലാത്തവരുണ്ട്, കർത്താവെ, അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ, അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജീവിതത്തിൻ്റെ മുമ്പിൽ ആമേൻ സാഹചര്യങ്ങൾ പലതും പ്രതികൂലമായി നിൽക്കുന്നു. ആമേൻ. എങ്ങനെ മുൻപോട്ട് പോകണം എന്നറിയാൻ മേലാതെ നിൽക്കുമ്പോൾ കർത്താവ് വഴികാട്ടിയായി കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. സമാധാന പ്രഭുവായി അങ്ങ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് വീരനാം ദൈവമാണ്. അങ്ങ് ചില വീരപ്രവൃത്തികൾ ഈ ചൊവ്വാഴ്ച പകൽക്കാലം തൻ്റെ മക്കൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സാധാരണമായ ചില വീരപ്രവൃത്തികൾ ഇന്നത്തെ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ അത്ഭുതകരമായ ചില വിടുതലുകൾ ഇന്നത്തെ പകൽക്കാലം കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ ഗ്രേസ് അവരോടുകൂടെ ഇരിക്കട്ടെ, കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഇരിക്കട്ടെ. അവരിലൂടെ അസാധാരണ പ്രവൃത്തികൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വരുവാനുള്ള ദിവസങ്ങളിലും അങ്ങയുടെ വലിയ പ്രവൃത്തി കാണുവാൻ സഹായിക്കണം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. ഇന്നലെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന രാത്രി ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ഇനി നാളെ നമുക്ക് ഇന്ത്യൻ സമയം 9:30 വീണ്ടും കർത്താവ് അനുവദിച്ചാൽ ആ മീറ്റിംഗ് നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി വരിക, പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഈ പ്രവാദി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ, ആ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആലോചനയ്ക്കകത്തുള്ള നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനും ആത്മാവിൻ്റെ നിറവ് അനുഭവിപ്പാനും ഇടവരും. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. സങ്കീർത്തനം 36-ാം സങ്കീർത്തനത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 36-ാം സങ്കീർത്തനം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിൻ്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നമുക്കറിയാം, ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആമേൻ. ദാവീദ് ദൈവത്തിൻ്റെ
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ സംതൃപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അല്ലെങ്കിൽ ദൈവാലയത്തിനകത്തു നിന്ന് ഒഴുകുന്ന ആ ദൈവിക സമൃദ്ധി, ദൈവിക സമാധാനം, ആമേൻ, കർത്താവിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു ദാവീദിനറിയാം. അപ്പം അതിനെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. ഇവിടെ പറയുന്നത് ആമേൻ, നിൻ്റെ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ചവർ എന്ത് ചെയ്യും? തൃപ്തി പ്രാപിക്കും. നിൻ്റെ ആനന്ദ നദി, അതായത് റിവർ ഓഫ് ഹിസ് പ്ലഷർ, ആമേൻ, അത് പറയുന്നത് എന്തുവാ? ദൈവിക സന്തോഷം, പരിശുദ്ധാത്മാവിനകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ഒഴുകുന്ന ആ ജോയിയെക്കുറിച്ചാണ് പറയുന്നത്, സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞു. ആമേൻ. അപ്പം ഈ ജീവജല നദി എന്ന് പറയുന്നത് അന്ന് ആലയത്തിനകത്തു നിന്ന് ഒഴുകുന്നതായിരുന്നു. ആലയത്തിനകത്തു നിന്നാണ് ദൈവ സാന്നിധ്യം ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറി, ദൈവാലയങ്ങളായി മാറി, പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലമായി മാറി. അപ്പോൾ ഇന്ന് എവിടുന്നാണ് ഇത് ഒഴുകുന്നത്? അല്ലെങ്കിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രൈസ്റ്റ് ഇൻ യു, ക്രിസ്തു നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലായി. അപ്പോൾ ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞപ്പോൾ ആമേൻ, ഈ ജീവനദി ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? ഇവിടെ നോക്കിക്കേ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിനകത്തുള്ള ജീവിതമാണ്. ദൈവ സാന്നിധ്യത്തിനകത്തുള്ള ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ കുറവുണ്ടാകത്തില്ല. അവിടെ ആരോഗ്യത്തിന് കുറവുണ്ടാകത്തില്ല, സമാധാനത്തിന് കുറവുണ്ടാകത്തില്ല, സ്വസ്ഥതയ്ക്ക് കുറവുണ്ടാകത്തില്ല, സന്തോഷത്തിന് കുറവുണ്ടാകത്തില്ല, സമൃദ്ധിക്ക് കുറവുണ്ടാകത്തില്ല. എല്ലാ നിലയിലും അവിടെ ഒരു സമൃദ്ധിയാണ് വെളിപ്പെടുന്നത്. സാമ്പത്തിക സമൃദ്ധി മാത്രമല്ല, എല്ലാത്തിനകത്തും ദൈവിക നിറവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിനകത്ത് സമൃദ്ധി അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ് ഈ ദൈവിക നിറവിൽ ജീവിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുക. അപ്പം നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഈ ദൈവിക നിറവിനകത്ത് വസിക്കുവാൻ. പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അകത്താണ് ആലയമെന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അകത്ത്. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായപ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി കഴിഞ്ഞപ്പോൾ നമ്മളിലൂടെ ഈ ആത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം എന്താ ചെയ്യേണ്ടത്? ദൈവ സാന്നിധ്യത്തിൽ സമയം ചിലവഴിക്കണം. ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ അവിടെ ദൈവസ്ഥാനത്തിൽ ഇരുന്നിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ നിറവിനായിട്ട് കർത്താവേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിലിരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ ആമേൻ ധ്യാനിക്കുന്നവരായിത്തീരണം. യേശുവിനെ ദിനം പ്രതി അനുദിനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മസാന്നിധ്യത്തെ മനസ്സിലാക്കി ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കണം. നമ്മുടെ നാവിൽ നിന്നും അനാവശ്യമായ വാക്കുകൾ വരാതെ, കയ്പും പകയും വിദ്വേഷവും പിണക്കവും ഒന്നുമില്ലാതെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്കും ഈ ദൈവസാന്നിധ്യം പകരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കലും ഒരു സഹോദരിയുടെ ടെസ്റ്റിമണി ഇങ്ങനെ കേൾക്കുവാൻ കഴിഞ്ഞു. ആ സഹോദരി പറഞ്ഞത്, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, അവരെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുക, അവരുടെ കൂടെ 3 കുഞ്ഞുങ്ങളുമുണ്ട്, ഒരു ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ല നിൽക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 7:37 പറഞ്ഞു, ഇഫ് എനി മാൻ തേഴ്സ്റ്റ്, ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ വന്ന് എൻ്റെ അടുക്കൽ കുടിക്കട്ടെ. ഈ വചനം അവരുടെ ഉള്ളിൽ കയറി. ആമേൻ. അവർ പറഞ്ഞു, ഇനി ഞാൻ നിരാശപ്പെട്ടിരിക്കത്തില്ല, ഇനി ഞാൻ ദുഃഖിച്ച് നെടുവീർപ്പെട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ കൈകൾ ഉയർത്തി കർത്താവിനെ എപ്പോഴും ആരാധിക്കുവാൻ തുടങ്ങി. അവർ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ജീവജല നദിയാവുള്ളത്, എൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുവാൻ തുടങ്ങിയിരിക്കുന്നു. ആമേൻ. ദൈവിക സമാധാനം എൻ്റെ അകത്തുണ്ട്, ദൈവ സാന്നിധ്യം എന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് നിരന്തരം അവർ കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ സാക്ഷ്യം ഇങ്ങനെ പറയുന്നത്, ചെറുകെ വാതിലുകൾ തുറക്കുവാൻ തുടങ്ങി, അവരുടെ ദുഃഖം മാറാൻ തുടങ്ങി, അവരുടെ നിരാശ മാറാൻ തുടങ്ങി, അവർക്ക് വഴികൾ തുറക്കപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു വലിയ ബിസിനസ്സുകാരിയായി മാറുവാൻ കർത്താവ് ഇടവരുത്തി കൊടുത്തു. അപ്പം ഇതെന്തോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ഉയർത്തുമ്പോൾ, ദൈവ സാന്നിധ്യത്തെ അക്നോളജ് ചെയ്യുമ്പോൾ, നമ്മുടെ വേദനകളെയും നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ള നെഗറ്റീവായ അറ്റ്മോസ്ഫിയറുകളെയും കുറിച്ച് മറന്നിട്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞ അതുപോലെ ആലയത്തിൻ്റെ പുഷ്ടി നമുക്ക് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ അവർ ആ ആലയത്തിൽ പോയിരിക്കുമ്പോൾ അവർക്ക് ആലയത്തിൻ്റെ പുഷ്ടി. എന്നാൽ പുതിയ നിയമം നമ്മളാകുന്ന ആലയത്തിനകത്തുനിന്ന് ദൈവിക പുഷ്ടി അനുഭവിപ്പാൻ, കർത്താവിൻ്റെ ആനന്ദ നദി
കുടിക്കുവാൻ മാത്രമല്ല അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കും കേട്ടോ. അതുകൊണ്ട് ആമേൻ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം ജീവിപ്പാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരമായി മാറി, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മന്ദിരങ്ങളായി നമ്മളെല്ലാവരും മാറി. അത് ബോധ്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. പിതാവേ, നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവിക ജ്ഞാനത്തിൽ ജീവിപ്പാൻ സഹായിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ബോധ്യത്തിൽ ആമേൻ കർത്താവിനെ ആരാധിച്ച് ജയകരമായി മുന്നേറുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഒരു കാര്യം പറയാം, ഏത് വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങൾ ഈ വചനം ഒന്ന് ധ്യാനിച്ച്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ഞാൻ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിരിക്കുന്നു, ഇത് പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും we are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.